പ്രവാസികൾക്കായുള്ള നോർക്ക കെയർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരുന്നതിനുള്ള സമയപരിധി നീട്ടി. പദ്ധതിയിൽ നവംബർ 30 വരെ രജിസ്റ്റർ ചെയ്യാനാകും. പ്രവാസികളിൽ നിന്നും പ്രവാസി സംഘടനകളിൽ നിന്നും ആവശ്യമുയർന്ന സാഹചര്യത്തിലാണ് സമയപരിധി വീണ്ടും നീട്ടിയതെന്ന് നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. നിലവിൽ ഇൻഷുറൻസിൽ രജിസ്റ്റർ ചെയ്തവർക്ക് നവംബർ 1 മുതൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. നോർക്ക കെയർ കേരള പിറവി ദിനത്തിൽ നിലവിൽ വന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. നോർക്ക ഐഡിയുള്ള പ്രവാസികൾക്ക് നോർക്ക കെയർ ഇൻഷുറൻസിൽ ഇനിയും അപേക്ഷിക്കാം. നോർക്ക ഐഡി ലഭിക്കാൻ നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റിൽ കയറി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വ്യക്തിവിവരങ്ങൾ നൽകണം. നിമിഷങ്ങൾക്കകം നോർക്ക ഐഡി മൊബൈൽ നമ്പറിലോ മെയിലിലോ ലഭ്യമാകും. നോർക്ക ഐഡി ലഭിച്ചാലുടൻ തന്നെ നോർക്ക കെയറിൽ അപേക്ഷിക്കാനാകും. 1,25,24 പ്രവാസി കുടുംബങ്ങളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏകദേശം 4 ലക്ഷത്തിലധികം വ്യക്തികൾക്ക് നിലവിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. പദ്ധതിയുടെ ഔദ്യോഗിക ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ന്യൂ ഇന്ത്യ അഷുറൻസ് DGM ജോയ്സ് സതീഷ് നോർക്ക റൂട്ട് CEO അജിത് കൊളാശ്ശേരിക്ക് കൈമാറി. ഭർത്താവ്, ഭാര്യ, 25 വയസ്സിന് താഴെയുള്ള 2 കുട്ടികളടങ്ങിയ ഒരു കുടുംബത്തിന് 13,411 രൂപയാണ് പ്രീമിയമായി അടയ്ക്കേണ്ടത്. അധികമായി ഒരു കുട്ടിയെ ചേർക്കാൻ 4,130 രൂപയും നൽകണം. 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും ഗ്രൂപ്പ് പേഴ്സണൽ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കുന്നതാണ് നോർക്ക കെയർ പദ്ധതി.